നിക്കോളാസ് മഡൂറോയെ കിടപ്പറയിൽ നിന്നും വലിച്ചിഴച്ച് കൊണ്ടുപോയതുപോലെ വ്ലാഡിമിർ പുടിനെ തൊടാമെന്ന് അമേരിക്ക കരുതുന്നുണ്ടോ? ട്രംപിന്റെ ഈ കളി തീക്കളിയിലാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ചാര സംഘടനയുടെ തലവനായിരുന്ന പുടിനോട് കളിച്ചാൽ ട്രംപിന്റെ അധികാരം മാത്രമല്ല, അമേരിക്കയുടെ അടിവേര് വരെ റഷ്യ പിടിതെടുക്കുമോ? ലോകം ഉറ്റുനോക്കുന്ന ആ വൻ ശക്തി പോരാട്ടത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കാം. വെനസ്വേലൻ പ്രസിഡന്റ് മഡൂറോയെ പിടികൂടിയതോടെ ട്രംപിന്റെ ആത്മവിശ്വാസം വാനോളമാണ്. അടുത്ത ലക്ഷ്യം പുടിനാണെന്ന് സെലൻസ്കി ആവേശത്തോടെ വിളിച്ചു പറയുമ്പോൾ ട്രംപ് വളരെ നയതന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയാണ്. പുടിനുമായി എനിക്ക് നല്ല ബന്ധമാണ് എന്ന് ട്രംപ് പറയുമ്പോഴും അതിൽ ഭയത്തിന് നിഴലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെനസ്വേലയെ പോലെ ഒരു ചെറിയ രാജ്യമല്ല റഷ്യ. ലോകത്തെ ഏറ്റവും വലിയ ആണവായുധ ശേഖരത്തിന് മുകളിൽ ഇരുന്നാണ് പുടിൻ സംസാരിക്കുന്നത്. മഡൂറോയെ തൊട്ടതുപോലെ പുടിനെ തൊടാൻ ശ്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് ക്രെംലിൻ ഇതിനോടകം തന്നെ സൂചന നൽകിക്കഴിഞ്ഞു. ആയുധത്തേക്കാൾ ഉപരിയായി റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്നതാണ് ട്രംപിന്റെ പുതിയ ഗെയിം പ്ലാൻ. റഷ്യയുടെ എണ്ണവാതക വിപണിയെ തകർത്ത് പുടിനെ മുട്ടുകുത്തിക്കാമെന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നു. എന്നാൽ ഇതിനു മുമ്പും പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ പുടിൻ അതിജീവിച്ചത് നമ്മൾ കണ്ടതാണ്. ചൈനയും ഇറാനും ഉൾപ്പെടുന്ന ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ പടുത്തുയർത്താൻ റഷ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ട്രംപ് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യം വയ്ക്കുമ്പോൾ തിരിച്ചടിയായി അമേരിക്കൻ ഡോളറിന്റെ ആഗോള ആധിപത്യം തകർക്കാൻ പുടിൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഡോളറിനെ വിട്ട് മറ്റ് കറൻസികളിലേക്ക് ലോകരാജ്യങ്ങൾ മാറിയാൽ അത് ട്രംപിന്റെ ഭരണകൂടത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. വ്ലാഡിമിർ പുടിൻ വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് പരിശീലനം ലഭിച്ച ഒരു മുൻ ചാരനാണ്. ശത്രുവിന്റെ നീക്കങ്ങൾ അവർ ചിന്തിക്കുന്നതിന് മുമ്പേ തിരിച്ചറിയാനുള്ള പുടിന്റെ കഴിവ് ലോക പ്രശസ്തമാണ്. അമേരിക്കൻ സൈന്യം കാരക്കാസിൽ നടത്തിയതുപോലെയൊരു മിന്നൽ നീക്കം മോസ്കോയിൽ നടപ്പിലാക്കുക എന്നത് അസാധ്യവുമാണ്. ട്രംപ് തന്റെ ബിസിനസ് ബുദ്ധി ഉപയോഗിച്ചൊരു ഡീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഡീലിൽ പോലും റഷ്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പുടിൻ അറിയാം. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് മുന്നിൽ പുടിൻ നൽകുന്ന മറുപടി റഷ്യ ഫോറെവർ എന്നാണ്. മഡൂറോയുടെ അറസ്റ്റോടെ സെലൻസ്കി പുടിനെതിരെ തിരിയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഉക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ അത് പുടിന്റെ നിബന്ധനകൾക്ക് കൂടി വിധേയമായിരിക്കുമെന്ന് റഷ്യൻ അനുകൂലികൾ വാദിക്കുന്നു. ട്രംപിന്റെ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണം, പക്ഷെ അത് പുടിനെ അപമാനിച്ചുകൊണ്ടോ തടവിലാക്കിക്കൊണ്ടോ സാധിക്കില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് ഒരു കടലാസ കഷ്ണം മാത്രമാണെന്ന് പുടിൻ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. റഷ്യൻ സൈന്യത്തെ പ്രകോപിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം അമേരിക്കൻ മണ്ണിലും അനുഭവപ്പെടും എന്ന കൃത്യമായ സന്ദേശം പുടിൻ നൽകുന്നുമുണ്ട്. ട്രംപ് വിചാരിക്കുന്നത് പോലെ ഒരു ഈസി ഡീലാണോ പുടിൻ? മഡൂറോയ്ക്ക് സംഭവിച്ചത് പുടിനും സംഭവിക്കുമോ? അതോ ട്രംപിന്റെ ആഗോള പോലീസ് ചമയിൽ ക്രെംലിന്റെ മതിലുകൾ തട്ടി തകരുമോ? ഒരു കാര്യം ഉറപ്പാണ്, ഈ പോരാട്ടം വെറും രണ്ട് വ്യക്തികൾ തമ്മിലല്ല, മറിച്ച് ലോകത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കണം എന്നതിനെ കുറിച്ചാണ്. ട്രംപിന്റെ ഈ നീക്കം അമേരിക്കയെ രക്ഷിക്കുമോ അതോ വലിയൊരു വിപത്തിലേക്ക് നയിക്കുമോ? കാത്തിരുന്ന് കാണാം.